നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഭാഗത്തിലെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം എന്നീ ടോപ്പിക്കുകൾ നമ്മൾ മുൻ ക്ലാസ്സുകളിലൂടെ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഉപദ്വീപീയ പീഠഭൂമി എന്ന ഈ ഭാഗം കാണുക. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി? ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം പരന്നിരിക്കുന്നതുമായ പ്രദേശത്തെ നമുക്ക് എന്തെന്ന് പറയാം? പീഠഭൂമി എന്ന് പറയാം. എന്താണ് പീഠഭൂമി? അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഭാഗമായിട്ട് വരുന്ന പീഠഭൂമി ആയതുകൊണ്ടാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ ഭാഗത്ത് വരുന്ന പീഠഭൂമി ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഉയർന്നതും മുകൾ ഭാഗം പരന്നിരിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ്. ഉത്തര മഹാസമതലത്തിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ഉത്തര മഹാസമതലം, തീരപ്രദേശം എന്നീ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു കാണപ്പെടുന്നതും മുകൾ ഭാഗം പരന്ന് കാണപ്പെടുന്നതുമായ ഇന്ത്യയിലെ പ്രദേശമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി നമ്മൾ പറഞ്ഞു ഉത്തരമഹാസമതലത്തിനും തീരപ്രദേശങ്ങൾക്കും ഇടയിലാണെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികളൊന്നും നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ അതിരായിട്ട് വരുന്നത് രാജ്മഹൽ കുന്നുകളും പൂർവ്വഘട്ടവുമാണ്. രാജ്മഹൽ കുന്നുകളും പൂർവ്വഘട്ടവും ഉൾപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ അതിരെന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് അതിരേതാണ്? ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് ഏതാണ് വരുന്നത്? ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ആരവല്ലി നിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിരായിട്ട് വരുന്നത് ഏതാണ്? ആരവല്ലിയാണ്. എന്നാൽ പടിഞ്ഞാറേ അതിരായിട്ട് നിൽക്കുന്നത് ഏതാണ്? അത് പശ്ചിമഘട്ടവും ഗിർ നിരകളുമാണ്. പശ്ചിമഘട്ടവും ഗിർ നിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് ഏത്? പടിഞ്ഞാറേ അതിരായിട്ട് വരുന്നത്. ഓക്കെ, തെക്കേ അതിര് വരുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരി, ഏലമലകൾ, നീലഗിരി തുടങ്ങിയവയാണ് ഇതിൻ്റെ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അതിരായിട്ട് വരുന്നത്. നമ്മൾ ആ ഓരോ ദിക്കുകളിലും ഉള്ള എല്ലാ പോയിന്റും പറഞ്ഞാണ് പോകുന്നത്. ഏതാണ്? കിഴക്കൻ അതിരായിട്ട് വരുന്നത് പൂർവ്വഘട്ടം മാത്രമല്ല, ഏതും കൂടിയുണ്ട്, രാജ്മഹൽ കുന്നുകളുണ്ട്. വടക്കാണെങ്കിൽ ഉത്തരമഹാസമതലമാണ്. വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ആരവല്ലിയാണ്. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും ഗിർ മലനിരകളുമാണ്. തെക്കാണെങ്കിലോ കന്യാകുമാരി, ഏലമലകൾ, നീലഗിരി തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്ന തെക്ക് ഭാഗമാണ് ഏതിനുള്ളത്? ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിക്കുകയാണെങ്കിൽ തല കീഴായതും ക്രമരഹിതവുമായ ത്രികോണാകൃതി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് പറയുന്നത്. നോക്കൂ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? തല കീഴായതും ക്രമരഹിതവുമായ ത്രികോണാകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത ഉറപ്പേറിയ ശിലകൾ കൊണ്ട് നിർമ്മിതമായ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉറപ്പേറിയ ശിലകൾ കൊണ്ട് നിർമ്മിതമായ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പ്രധാനമായും ആഗ്നേയ ശിലകളാലും കായാന്തരിത ശിലകളാലും നിർമ്മിതമായിരിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ത് ചെയ്തു വരുന്നുണ്ട്? ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട്. റാഗി, മുളക്, പരുത്തി, നിലക്കടല, കരിമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷികളാണ്. റാഗി, മുളക്, പരുത്തി, നിലക്കടല, കരിമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം എവിടെ കൃഷി ചെയ്യാറുണ്ട്? ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കൃഷി ചെയ്യാറുണ്ട്. പൊതുവെ കാർഷിക മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള ഭാഗമല്ല ഉപദ്വീപീയ പീഠഭൂമി. പ്രധാനമായിട്ടും ധാതു വ്യവസായത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. എങ്കിലും അവിടെ കൃഷിയും ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നദികളൊക്കെ ഉള്ളതാണ്. ഉപദ്വീപീയൻ നദികളായിട്ടുള്ള നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയവരുടെ ജലസമൃദ്ധി കൊണ്ടും അവരുടെ എക്കൽ നിക്ഷേപമൊക്കെ കൊണ്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഗങ്ങളും ഉപദ്വീപീയ പീഠഭൂമിയിലുണ്ട്. ഓക്കെ അല്ലേ? 80% ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ 80% എന്താണ്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് കൂടുതലായിട്ടും ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് കാടുകളുടെ ഇനത്തിൽ കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത്, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞത് ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഉപദ്വീപ് എന്ന് പറയുന്നത്? ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമായിരിക്കും, കൂടാതെ മുകൾ ഭാഗം പരന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉത്തര മഹാസമുദ്രത്തിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ അതിരായിട്ട് വരുന്നത് രാജ്മഹൽ കുന്നുകളും പൂർവ്വഘട്ടവുമാണ്. വടക്ക് അതിരായിട്ട് വരുന്ന ഉത്തര മഹാസമുദ്രമാണ്. വടക്ക് പടിഞ്ഞാറ് ആരവല്ലിയാണ്. പടിഞ്ഞാറ്
പശ്ചിമഘട്ടവും ഗിർ മലനിരകളുമാണ്. തെക്കാണെങ്കിലോ കന്യാകുമാരി, ഏലമലകൾ, നീലഗിരി എന്നിവ ഉൾപ്പെടുന്ന ഭാഗമാണ്. എന്താണ് ആകൃതി എന്ന് ചോദിച്ചാൽ തലകീഴായതും ക്രമരഹിതവുമായ ത്രികോണാകൃതിയാണ് ഇതിനുള്ളത്, ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്. ആഗ്നേയശിലകളും കായാന്തരിത ശിലകളും കൊണ്ടൊക്കെ ആഗ്നേയശിലകളാലും കായാന്തര ശിലകളാലും നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്തോറും ഉപദ്വീപിയുടെ പീഠഭൂമിയുടെ ഉയരത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? വലിപ്പം ഉയരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. റാഗി, മുളക്, പരുത്തി, നിലക്കടല, കരിമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ കൃഷിയൊക്കെ എവിടെ നടക്കുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് നടക്കുന്നുണ്ട്. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയ ഉപദ്വീപീയ നദികൾ എവിടെ കാണപ്പെടുന്നു? ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നു. കൂടുതലും 80% എന്താണ്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. ഉഷ്ണമേഖലയിലെ ഇലവൊഴിയും കാടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരു ബേസിക് ചോദ്യമാണ്, ഒരു ലോ ലെവൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ആർക്ക് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ധാതു കലവറ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യയുടെ ധാന്യ കലവറ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂവിഭാഗം പഠിച്ചിരുന്നു അല്ലേ? നമ്മൾ ആ ക്ലാസ് കണ്ടവർക്ക് അത് ഓർമ്മയുണ്ടാവും. ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താ ഉത്തരവെന്ന്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും പഴക്കമേറിയതും വിസ്തൃതിയേറിയതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതായത് ഹിമാലയമൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ, അങ്ങനെ എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വിസ്തൃതി കൂടിയ ഭാഗം ഏത് തന്നെയാണ്? ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? മധ്യമേടുകൾ, ഡെക്കാൻ പീഠഭൂമി, വടക്ക് കിഴക്കൻ പീഠഭൂമി, അങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് കേട്ടോ. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? മധ്യമേടുകൾ, ഡെക്കാൻ പീഠഭൂമി, വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ മധ്യമേടുകൾ അല്ലെങ്കിൽ മധ്യ ഉന്നത തടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മധ്യമേടുകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മധ്യ ഉന്നത തടം. മധ്യമേടുകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മധ്യ ഉന്നത തടം. ഓക്കെ, മധ്യമേടുകളുടെ അതിർത്തി എങ്ങനെ വരും നോക്കാം. മധ്യമേടുകളുടെ അതിർത്തി വടക്ക് ഭാഗത്തായിട്ട് വരുന്ന ഉത്തരമഹാസമതലവും പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ആരവല്ലിയുമാണ്. കിഴക്ക് ഭാഗത്തെ അതിൽ ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. തെക്ക് ഭാഗത്ത് വിന്ധ്യാനിരകളാണ്. അപ്പം വടക്ക് ഉത്തരമഹാസമതലത്തിനും തെക്ക് വിന്ധ്യാനിരകൾക്കും വടക്ക് പടിഞ്ഞാറ് ആരവല്ലിക്കും കിഴക്ക് രാജ്മഹൽ കുന്നിനും ഇടയിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മധ്യമേടുകൾ എന്ന് പറയുന്നത്. അതിരുകളെല്ലാം ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. പരമാവധി പിക്ചറുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മധ്യമേടുകളിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും. അപ്പോൾ നമ്മൾ ആദ്യം ഉപദ്വീപീയ പീഠഭൂമിയെ മൂന്നായിട്ടാണ് തിരിച്ചത്. എങ്ങനെയൊക്കെയാണ്? മധ്യമേടുകൾ, ഡെക്കാൻ പീഠഭൂമി, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിൽ നമ്മൾ ആദ്യം മധ്യമേടുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ മധ്യമേടുകളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്, മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും. അല്ലെങ്കിൽ മധ്യമേടുകളിൽ ഉൾപ്പെടുന്ന രണ്ട് പീഠഭൂമികളാണ് മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും. മധ്യമേടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്തോറും ഉയരവും വിസ്തൃതിയും എന്ത് ചെയ്തു വരുന്നുണ്ട്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉയരവും വിസ്തൃതിയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്തോറും കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ മധ്യമേടുകൾ നമ്മൾ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും അല്ലേ? അപ്പം മാൾവ പീഠഭൂമി ആരവല്ലിക്കും വിന്ധ്യാനിരകൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശമാണ് മാൾവ പീഠഭൂമി. ആരവല്ലിക്കും വിന്ധ്യാനിരകൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? അത് മാൾവ പീഠഭൂമി. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് മാൾവ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് മധ്യമേടുകൾ വ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മധ്യമേടിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് എവിടെയാണ്? മാൾവ പീഠഭൂമിയിലാണ് കേട്ടോ. മധ്യമേടിന്റെ ഭൂരിഭാഗവും ഏതാണ്? മാൾവ പീഠഭൂമിയാണ്. മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും ചേർന്നാണ് മധ്യമേടുകൾ എന്ന് പറയുന്നത്. മധ്യമേടിൽ ഭൂരിഭാഗം ഭാഗവും ഏത് പീഠഭൂമിയാണ്? മാൾവ പീഠഭൂമിയാണ്.
മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ക്ഷിപ്ര എന്ന നദി കേട്ടോ. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ക്ഷിപ്ര എന്ന നദിയാണ്. ചമ്പലിൻ്റെ പോഷക നദിയാണ് ക്ഷിപ്ര എന്ന് പറയുന്നത്. ഓക്കെ, ചമ്പൽ നദിയുടെ പോഷക നദിയായിട്ടുള്ള ക്ഷിപ്രയാണ് മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന മാൾവ ഗംഗ. ഓക്കെ, മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ക്ഷിപ്രയാണ്, ക്ഷിപ്ര. ഉജ്ജയിനി നഗരം സ്ഥിതി ചെയ്യുന്നത് ക്ഷിപ്ര നദിയുടെ തീരത്താണ് കേട്ടോ. ക്ഷിപ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഉജ്ജയിനിയാണ്, ഉജ്ജയിനി. ഓക്കെ, അപ്പം മാൾവ പീഠഭൂമിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ആരവല്ലി പർവ്വതനിരയ്ക്കും വിന്ധ്യാനിരകൾക്കും ഇടയിലായിട്ട് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യമേടുകളിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് മാൾവ പീഠഭൂമിയിലാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ക്ഷിപ്ര. ഏതാണ് നമ്മുടെ മാൾവ പീഠഭൂമിയിലെ വലിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഡോർ ആണ് കേട്ടോ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. അപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറൊക്കെ ഉൾപ്പെടുന്നത് മാൾവ പീഠഭൂമി പ്രദേശത്താണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ഇൻഡോർ ആണ്. ഇനി നമുക്ക് മധ്യമേടിൽ വരുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നത്. മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമി പ്രദേശമാണ് ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി എന്നോ ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏത് പീഠഭൂമിയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തു കൂടി ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തു കൂടി ഒഴുകുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നു. കായാന്തരിത ശിലകളാലും ആഗ്നേയ ശിലകളാലും നിർമ്മിതമായിരിക്കുന്ന ഭാഗമാണ് ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. കായാന്തരിത ശിലകളാലും ഏതാണ്? ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായിരിക്കുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് വെച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ചെമ്മണ്ണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെമ്മണ്ണാണ്. ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് എന്താണ് ചുവപ്പ് നിറം കിട്ടാനായിട്ട് കാരണം കേട്ടോ. ചെമ്മണ്ണിന് ചുവന്ന നിറത്തിന് കാരണം എന്താണ്? ഇരുമ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ്. ചെമ്മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും വലിയ നഗരം ഏതാണ്? അത് ജംഷഡ്പൂരാണ്. ഏതാണ്? ജംഷഡ്പൂരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഭൂപ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറഞ്ഞു. ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം എന്നോ പീഠഭൂമി എന്നോ ചോദിച്ചാൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് JCBOD എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ JCBOD എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബിയിൽ ബംഗാളും ബീഹാറും ഉണ്ട്, പിന്നെ ഒഡീഷ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെക്കുറിച്ച്. മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമാണ് മധ്യമേടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീഠഭൂമികളെന്ന് പറഞ്ഞു. എന്നാൽ ഇവ മാത്രമല്ല മധ്യമേടുകളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, ബാഗേൽഖണ്ഡ് പീഠഭൂമി എന്നീ രണ്ട് ചെറു പീഠഭൂമികളും ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? മധ്യമേടുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. മധ്യമേടുകളുടെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട രണ്ട് പീഠഭൂമികളാണ് ഏതെന്ന് പറയുന്നത്? മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും. ബുന്ദേൽഖണ്ഡ് പീഠഭൂമിയും ബാഗേൽഖണ്ഡ് പീഠഭൂമിയും ഏതിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഏതിൻ്റെ ഭാഗമാണ്? അത് മധ്യമേടുകളുടെ ഭാഗമാണ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നല്ല ഡീപ്പായിട്ടാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്ന ഭാഗത്തിലെ മധ്യമേടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ് അല്ലേ? ത്രികോണാകൃതി അല്ലെങ്കിൽ തലകീഴായ ത്രികോണാകൃതി എന്നൊക്കെ ഇപ്പോഴത്തെ ചില ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ട് കേട്ടോ. ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്. ഓക്കെ, കിഴക്ക് പൂർവ്വഘട്ടത്തിനും പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിനും തെക്ക് നീലഗിരിക്കും എന്താണ് വടക്ക് വിന്ധ്യാനിരയ്ക്കും ഇടയിലായിട്ടാണ് ഏത് വരുന്നത്? ഡെക്കാൻ പീഠഭൂമി വരുന്നത്. ഏതൊക്കെ അതിർത്തികൾ എങ്ങനെയൊക്കെ പറയാം? കിഴക്ക് പൂർവ്വഘട്ടത്തിനും പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിനും തെക്ക് നീലഗിരിക്കും വടക്ക് വിന്ധ്യാനിരയ്ക്കും ഇടയിലായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. വടക്ക് വിന്ധ്യാനിരയെന്നോ അല്ലെങ്കിൽ വടക്ക് നർമ്മദാ നദിയെന്നോ ഒക്കെ പറയാം അതിരായിട്ട് പറയുമ്പോൾ കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ അതിര് വടക്ക് വിന്ധ്യാനിരയാണ്. അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ടുള്ള നദി ഏതാണെന്ന് വെച്ചാൽ അത് നർമ്മദാ നദിയാണ്. ഓക്കെ,
ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് കൂടുതലായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളെ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് പറയുന്നത്. എന്താണ്? ഡെക്കാൻ ട്രാപ്പ്. കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയിലെ മേഖലയെ എന്തെന്ന് പറയാം? ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയും. ഇത് മഹാരാഷ്ട്രയിലാണ് ഡെക്കാൻ ട്രാപ്പ് മേഖലകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഒരു ലാവാ പീഠഭൂമിയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമി എന്താണ്? ഒരു ലാവാ പീഠഭൂമിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന പൂനെയാണ് കേട്ടോ. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന, ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് പൂനെയാണ്. പൂനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന മൂന്നാമത്തെ പ്രദേശമാണ് ഏത്? വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഏതാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി. ഷില്ലോങ് പീഠഭൂമിയും ആംഗ്ലോങ് പീഠഭൂമിയും കൂടി ഉൾപ്പെടുന്നതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മേഘാലയയിലെ ഷില്ലോങ് പീഠഭൂമിയും അസമിലെ ആംഗ്ലോങ് പീഠഭൂമിയും. ഓക്കെ, ഷില്ലോങ് പീഠഭൂമി ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. ആംഗ്ലോങ് പീഠഭൂമി ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ അത് എവിടെയാണ്? അസമിലാണ്. വടക്ക് കിഴക്കൻ പീഠഭൂമിയെ ഇന്ത്യൻ ഉപദ്വീപിയൻ പീഠഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണെന്ന് വെച്ചാൽ അത് സിലിഗുരി ഇടനാഴിയാണ് കേട്ടോ. വടക്കു കിഴക്കൻ പീഠഭൂമിയെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണ്? സിലിഗുരി ഇടനാഴിയാണ്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഭാഗമാണ് കേട്ടോ സിലിഗുരി ഇടനാഴി. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഭാഗമാണ് സിലിഗുരി ഇടനാഴി. നമ്മുടെ ഇന്ത്യൻ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പശ്ചിമ ബംഗാൾ, സിക്കിം ആ പ്രദേശങ്ങളിലൂടെ അരുണാചൽ പ്രദേശ്, അസമിലേക്കൊക്കെ പോകുന്ന നമ്മുടെ മാപ്പിലെ ഒരു ചെറിയ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനാണ് നമ്മൾ സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഈ സിലിഗുരി ഇടനാഴിയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമിയെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഈ സിലിഗുരി ഇടനാഴി തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉപദ്വീപീയ പീഠഭൂമി, ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, ആ മൂന്ന് ഭാഗങ്ങളിലും വരുന്ന മറ്റു ഉപപീഠഭൂമികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതല്ലേ. നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി പഠിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ അതിർത്തികളിലായിട്ട് പറഞ്ഞ ആരവല്ലി, വിന്ധ്യാനിരകൾ, സത്പുര നിരകൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം തുടങ്ങിയ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്താണ്. ഉപദ്വീപീയ പീഠഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ നമ്മളിത് മറ്റു ഭാഗങ്ങളിലൊന്നും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളും കൂടി ഒന്ന് നോക്കുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരവല്ലി പർവ്വതനിരയെക്കുറിച്ച് നോക്കാം. ആരവല്ലി പർവ്വതനിര എന്താണ്? ആരവല്ലി പർവ്വതനിരയുടെ പ്രത്യേകത? ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത് ഒരു മടക്ക് പർവ്വതമാണ്. ഏതാണ്? മടക്ക് പർവ്വതമാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നിലകൊള്ളുന്നത് ഒരു അവശിഷ്ട പർവ്വതമായിട്ടാണ് കേട്ടോ. പണ്ടുണ്ടായിരുന്ന പർവ്വതത്തിൻ്റെ ഒരു പഴയകാല പർവ്വതത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ഏത്? ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പം ആരവല്ലി പർവ്വതനിര മടക്ക് പർവ്വതത്തിനും ഉദാഹരണമാണ്, അവശിഷ്ട പർവ്വതത്തിനും ഉദാഹരണമാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ടാണ് ആരവല്ലി പർവ്വതനിര എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് മുതൽ ഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദ് മുതൽ ഡൽഹിയിലെ റൈസിന ഹിൽസ് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് ആരവല്ലി എന്ന് പറയുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ ഭാഗങ്ങളിലായിട്ടാണ് ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. എവിടെയൊക്കെ ആയിട്ടാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തും കൂടി ഉൾപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിലെ ഒരു പ്രധാന ചുരമാണ് ഏതെന്ന് പറയുന്നത്? ഹാൽഡിഘട്ട് ചുരം. ഏതാണ്? ഹാൽഡിഘട്ട് ചുരം. രാജസ്ഥാനിലാണ് ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഹാൽഡിഘട്ട് ചുരം കൂടാതെ ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചുരമാണ് ഘോരൻഘട്ട് ചുരം. ഏതാണ്? ഘോരൻഘട്ട് ചുരം. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? ഘോരൻഘട്ട് എന്ന് പറയുന്നത്. ഏതാണ്? ഘോരൻഘട്ട് ചുരം. അപ്പോൾ ഹാൽഡിഘട്ട് ചുരവും ഘോരൻഘട്ട് ചുരവും എവിടെ സ്ഥിതി ചെയ്യുന്നു? ആരവല്ലി പർവ്വതനിരയിലാണ്. രാജസ്ഥാനിലാണ് ഹാൽഡിഘട്ട് ചുരം. ഘോരൻഘട്ട് എന്ന് പറയുന്നത് മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്.
ഓക്കെ, മൗണ്ട് ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് മൗണ്ട് ഗുരുശിഖർ. അറിയാലോ, പർവ്വതനിരയും കൊടുമുടിയൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാലോ. പർവ്വതനിര എന്ന് പറയുന്നത് വളരെ ഉയർന്ന പ്രദേശമാണ്. കൂടാതെ ആ പർവ്വതനിരകളിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് നമ്മൾ കൊടുമുടികളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആരവല്ലി പർവ്വതനിരയിലെ ഒരു കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ എന്ന് പറയുന്നത്. മൗണ്ട് ഗുരുശിഖറിൻ്റെ ഉയരം 1722 മീറ്ററാണ്. മൗണ്ട് ഗുരുശിഖറിൻ്റെ ഉയരം എത്രയാണ്? 1722 മീറ്ററാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിങ്ങനെ വേർതിരിക്കുന്നത് ആരവല്ലി പർവ്വതനിരയാണ് കേട്ടോ. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വലിയ നദിയാണ്, ഒരു പ്രധാന നദിയാണ് ബനാസ് നദി എന്ന് പറയുന്നത്. ഏതാണ്? ബനാസ് നദി. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ബനാസ് നദി. ചമ്പലിൻ്റെ പോഷക നദിയാണ് കേട്ടോ ബനാസ് നദി. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണെന്ന് വെച്ചാൽ അത് സബർമതി നദിയാണ് കേട്ടോ. സബർമതി നദിയേക്കാളും വലിയ നദിയാണ് ഇത് ബനാസ് നദി. അപ്പോൾ ആരവല്ലി നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദി ഏതാണെന്ന് വെച്ചാൽ അത് ബനാസ് നദിയാണ്. ആരവല്ലി നദിയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അത് സബർമതി നദിയാണ്. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ആരവല്ലിയെക്കുറിച്ച് പറയുന്നത്. ആരവല്ലി പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? അത് ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആരവല്ലി പർവ്വതനിരയാണ്. നമ്മൾ ഹിമാലയം പഠിച്ചപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഇത് ഹിമാലയം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? അത് ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? അത് ആരവല്ലിയാണ്. പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വീണ്ടും ക്ലാസ് കേട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കുക കേട്ടോ. ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോയതുകൊണ്ടാണ് ആരവല്ലി ഞാൻ ഒന്നും കൂടി പറയാത്തത്. ഇനി നമുക്ക് വിന്ധ്യാനിരയുടെ കാര്യം നോക്കാം. വിന്ധ്യാനിരകൾ അല്ലേ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഇത് വിന്ധ്യാനിര എന്ന് പറയുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? അത് വിന്ധ്യാനിരയാണ്. ഉത്തരമഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നതും ഏത് തന്നെയാണ്? വിന്ധ്യാനിര തന്നെയാണ് കേട്ടോ. ഉത്തരമഹാസമതലത്തെ എവിടെ നിന്നും? ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത്? വിന്ധ്യാനിര എന്ന് പറയുന്നത്. വിന്ധ്യാനിരയുടെ കിഴക്കൻ തുടർച്ചയാണ് ഏത്? കൈമൂർ മലനിരകൾ. വിന്ധ്യാനിരയുടെ കിഴക്കൻ തുടർച്ച അറിയപ്പെടുന്ന എന്തെന്നാണ്? കൈമൂർ മലനിരകൾ എന്നാണ്. കൈമൂർ മലനിരകൾ. ഈ കൈമൂർ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന യമുനയുടെ ഒരു പോഷക നദിയാണ് കെൻ. ഏതാണ്? കൈമൂർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ ഒരു പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? കെൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. വിന്ധ്യാനിരയുടെ തുടർച്ചയാണ്, കിഴക്കൻ തുടർച്ചയാണ് കൈമൂർ മലനിരകൾ. കൈമൂർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ ഒരു പോഷക നദിയാണ് കെൻ എന്ന് പറയുന്നത്. ഇനി കെൻ എന്ന നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? പന്ന നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ പന്ന നാഷണൽ പാർക്കിലൂടെ, ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കെൻ എന്ന് പറയുന്നത്. ഈ പോയിന്റുകളെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് PSCയിൽ പല എക്സാമുകളിലും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. നാഷണൽ പാർക്കൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി വിന്ധ്യാനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് കാലിമർ പീക്കാണ്. ഏതാണ്? കാലിമർ പീക്ക്. വിന്ധ്യാനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാലിമർ കൊടുമുടി എന്ന് പറയുന്നത്. 752 മീറ്ററാണ് കാലിമർ കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. നമ്മൾ മൗണ്ട് ഗുരുശിഖറിൻ്റെ ഉയരം പറഞ്ഞല്ലേ, ഗുരുശിഖർ കൊടുമുടിയുടെ ഉയരം പറഞ്ഞു. എത്രയായിരുന്നു? 1722 മീറ്റർ എന്ന് പറഞ്ഞു. അത് എവിടുത്തെ ഉയരം കൂടിയതാണ്? ആരവല്ലിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. എന്നാൽ വിന്ധ്യാനിരയിലെ ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് കാലിമർ പീക്കാണ്. 752 മീറ്ററാണ്. വിന്ധ്യാനിരയുടെ വടക്ക് ഭാഗത്തെ ജലപ്രവാഹങ്ങൾ ഗംഗാ നദിയിലേക്കും തെക്ക് ഭാഗത്തെ ജലപ്രവാഹങ്ങൾ നർമ്മദാ നദിയിലേക്കുമാണ് പ്രവേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ഒരു കിടപ്പനുസരിച്ച്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷത അനുസരിച്ച് വിന്ധ്യാനിരയുടെ വടക്ക് ഭാഗത്തുള്ള നദികൾ ഗംഗാ നദിയിലേക്കാണ് പോകുന്നത്. വിന്ധ്യാനിരയുടെ തെക്ക് ഭാഗത്തെ നദികൾ അല്ലെങ്കിൽ ജലപ്രവാഹങ്ങൾ എങ്ങോട്ടും പോകും? നർമ്മദാ നദിയിലേക്കുമാണ് പ്രവേശിക്കുന്നത്. അപ്പം വിന്ധ്യാനിരയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കാനായിട്ടുള്ളത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? വിന്ധ്യാനിരയാണ്. ഇനി വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്ന മറ്റൊരു പർവ്വതനിരയാണ് സത്പുര പർവ്വതനിര. ഏതാണ്? വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്ന മറ്റൊരു പർവ്വതനിര ഏതാണ്? സത്പുര പർവ്വതനിരയാണ്. വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര പർവ്വതനിര. വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? അത് സത്പുര പർവ്വതനിരയാണ് കേട്ടോ.
സത്പുരയുടെ കിഴക്കൻ തുടർച്ചയാണ് മൈക്കലാ നിരകൾ എന്ന് പറയുന്നത്. സത്പുരയുടെ കിഴക്കൻ തുടർച്ച ഏതാണ്? മൈക്കലാ നിരകളാണ്. വിന്ധ്യയുടെ കിഴക്കൻ തുടർച്ച ഏതാണ്? അത് കൈമൂർ നിരകളാണ്. അതുപോലെ സത്പുരയുടെ കിഴക്കൻ തുടർച്ച ഏതാണെന്ന് വെച്ചാൽ അത് മൈക്കലാ നിരകളാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാലും അത് മൈക്കലാ നിരകളാണ് കേട്ടോ. വിന്ധ്യ സത്പുര പർവ്വത നിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വത നിര ഏതാണ്? അത് മൈക്കലാ നിരകളാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പച്മർഹിയാണ് കേട്ടോ. പച്മർഹി ഒരു സുഖവാസ കേന്ദ്രമാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി എന്ന സ്ഥലത്തെയാണ്. സത്പുര പർവ്വതനിരയിലെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ് അസിർഗഡ് ചുരം. ഏതാണ്? അസിർഗഡ് ചുരം. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് അസിർഗഡ് ചുരമാണ് കേട്ടോ. ഡെക്കാനിലേക്കുള്ള കവാടം, ഡെക്കാന്റെ താക്കോൽ എന്നൊക്കെ അറിയപ്പെടുന്ന ചുരം ഏതാണ്? അസിർഗഡ് ചുരമാണ്. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? അസിർഗഡ് ചുരം. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് അസിർഗഡ് ചുരമാണ്. ഡെക്കാൻ പീഠഭൂമിയെ വടക്കേ ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാലും അത് അസിർഗഡ് ചുരമാണ്. ഡെക്കാൻ പീഠഭൂമിയെ വടക്കേ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചുരം, നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം, ഡെക്കാനിലേക്കുള്ള കവാടം, ഡെക്കാന്റെ താക്കോൽ, ഇതിൻ്റെ എല്ലാം ഉത്തരം എന്താണ്? അസിർഗഡ് ചുരമാണ്. അസിർഗഡ് ചുരത്തിന്റെ പോയിന്റുകൾ മനസ്സിലായല്ലോ. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം. ഡെക്കാന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം. നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അസിർഗഡ് ചുരമാണ്. ഡെക്കാൻ പീഠഭൂമിയെ വടക്കേ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അതും അസിർഗഡ് ചുരമാണ്. ഇനി സത്പുര നിരയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് ധൂപ്ഗർഹ് ആണ്. ഏതാണ്? ധൂപ്ഗർഹ്. ധൂപ്ഗർഹാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സത്പുര നിരയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗർഹ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ധൂപ്ഗർഹ് കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 1352 മീറ്റർ ആണ്. മധ്യപ്രദേശിലെ ധൂപ്ഗർഹ് കൊടുമുടിയാണ് സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 1352 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ വിന്ധ്യാനിരയും സത്പുര നിരയും ആരവല്ലിയും ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പശ്ചിമഘട്ടം നോക്കാം. പശ്ചിമഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ്? താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നടക്കുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? പശ്ചിമഘട്ടം. താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം. ഏകദേശം 100 കിലോമീറ്റർ വീതിയാണ് പശ്ചിമഘട്ടത്തിനുള്ളത്. വീതി ചോദിക്കുവാണെങ്കിൽ 100 കിലോമീറ്ററും നീളം ചോദിക്കുവാണെങ്കിൽ 1600 കിലോമീറ്ററും. ഓക്കെ ആണല്ലോ. 1200 മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് കേട്ടോ. 1200 മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം. കേരളത്തിൽ നോക്കുവാണെങ്കിൽ കേരളം പൊതുവെ എടുക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം വരുന്നത് 900 മീറ്റർ ആണ്. എന്നാൽ താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം എടുക്കുമ്പോൾ ശരാശരി ഉയരം എത്ര വരുന്നുണ്ട്? 1200 മീറ്റർ വരുന്നുണ്ട്. കേരളത്തിൽ 900 മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് ഓർത്ത് വെച്ചേക്കുക. പശ്ചിമഘട്ടത്തിലാകെ പ്രധാനപ്പെട്ട 16 ചുരങ്ങളാണുള്ളത്. പശ്ചിമഘട്ടത്തിലാകെ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങളാണുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭൂരിഭാഗം കടന്നു പോകുന്നത് കർണാടകയിലൂടെയും വളരെ കുറച്ചു ഭാഗം മാത്രം കടന്നു പോകുന്ന സംസ്ഥാനം ഗോവയുമാണ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. പശ്ചിമഘട്ടം താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ വീതി. 1200 മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം. 900 മീറ്റർ ആണ് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം വരുന്നത്. ആകെ 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. കൂടുതൽ ഭാഗവും കടന്നു പോകുന്ന കർണാടകയിലൂടെയാണ്. വളരെ കുറച്ച് ഭാഗം കടന്നു പോകുന്ന സംസ്ഥാനമാണ് ഗോവ. എത്ര സംസ്ഥാനങ്ങളിൽ കൂടി പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ടെന്ന് വെച്ചാൽ 6 സംസ്ഥാനങ്ങളിൽ കൂടി പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. ആ 6 എണ്ണത്തിൽ കൂടുതൽ കർണാടകയിലൂടെയും കുറവ് ഗോവയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തമിഴ്നാട്, കന്യാകുമാരി തമിഴ്നാട് മുതൽ മുകളിലോട്ടൊന്ന് ആലോചിച്ച് നമുക്ക് ആ സംസ്ഥാനങ്ങൾ കിട്ടും അല്ലേ. നമ്മുടെ തമിഴ്നാട്, ശേഷം കേരളം, പിന്നെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ വരെയാണ് എന്ത് വ്യാപിച്ച് കിടക്കുന്നത്? പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. ഗോവ, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? സഹ്യാദ്രി എന്നാണ് കേട്ടോ. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന എവിടെയാണ്? ഗോവ, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്ന എന്തെന്നാണ്? സഹ്യാദ്രി എന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന എന്തെന്നാണ്? സഹ്യപർവ്വതം എന്നാണ് പറയാറല്ലേ. നമ്മൾ പശ്ചിമഘട്ടത്തെ പറയാറ് എന്താണ്? സഹ്യപർവ്വതം എന്നാണ്. തമിഴ്നാട്ടിലെ നീലഗിരി മലകൾ എന്നാണ് പശ്ചിമഘട്ടത്തെ പറയാറ്. തമിഴ്നാട്ടിലെ നീലഗിരി മലകളെന്നും കേരളത്തിൽ സഹ്യപർവ്വതമെന്നും ഗോവ, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്നുമാണ് എന്തിനെ പറയുന്നത്? പശ്ചിമഘട്ടത്തെ പറയുന്നത്.
ഓക്കെ ആണല്ലോ. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വർഷമാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2012 കേട്ടോ, 2012. അപ്പോൾ താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വ്യാപിച്ച് കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. 1600 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. 100 കിലോമീറ്ററാണ് വീതി. 1200 മീറ്ററാണ് ശരാശരി ഉയരം. 900 മീറ്ററാണ് കേരളത്തിലെ ശരാശരി ഉയരം. ആകെ ചുരങ്ങൾ 16ആണ്. ഏറ്റവും കൂടുതൽ ഭാഗം കടന്നു പോകുന്ന കർണാടക സംസ്ഥാനത്തിലൂടെയാണ്. കുറച്ച് ഭാഗം കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ്. 6 സംസ്ഥാനങ്ങളിലൂടെയാണ് ആകെ കടന്നു പോകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? തമിഴ്നാട്, കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഗോവ, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്നും കേരളത്തിൽ സഹ്യപർവ്വതമെന്നും തമിഴ്നാട്ടിൽ നീലഗിരി മലകളെന്നുമാണ് അറിയപ്പെടുന്നത്. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഉൾപ്പെട്ട വർഷം 2012 ആണ്. ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കാം. ആകെ 16 ചുരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കാം. പാലക്കാട് ചുരം, ആര്യങ്കാവ് ചുരം, താമരശ്ശേരി ചുരം, ഭോർഘട്ട് ചുരം, താൽഘട്ട് ചുരം, കുംബർലി ഘട്ട് ചുരം തുടങ്ങിയവയെല്ലാം പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. ഏതൊക്കെയാണ്? പാലക്കാട് ചുരമുണ്ട്. പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത എന്താ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏതെന്ന് പറയുന്നത്? പാലക്കാട് ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. NH 544 കടന്നു പോകുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH 544 കടന്നു പോകുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. ആര്യങ്കാവ് ചുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഓക്കെ. NH 744 കടന്നു പോകുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെയാണ്. NH 544 കടന്നു പോകുന്ന പാലക്കാട് ചുരത്തിലൂടെയും NH 744 കടന്നു പോകുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെയുമാണ്. പശ്ചിമഘട്ടത്തിലെ മറ്റൊരു ചുരമാണ് താമരശ്ശേരി ചുരം. കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത്? താമരശ്ശേരി ചുരം എന്ന് പറയണം. കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം കടന്നു പോകുന്നത് പശ്ചിമഘട്ടത്തിലൂടെയാണ്. നമുക്ക് NH 766 കടന്നു പോകുന്ന ചുരം ഏതാണ്? അത് താമരശ്ശേരി ചുരമാണ് കേട്ടോ. NH 766 കടന്നു പോകുന്നത് താമരശ്ശേരി ചുരത്തിലൂടെയാണ്. അപ്പോൾ ഓരോ NHകൾ, ഇപ്പോൾ 3 NHകളാണ് നമ്മൾ പറഞ്ഞത്. NH 544, NH 744, NH 766. ഈ 3 NHകളും കടന്നു പോകുന്ന ചുരങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഭോർഘട്ട് ചുരം നോക്കാം. മുംബൈയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഭോർഘട്ട് ചുരം. മുംബൈയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് മഹാരാഷ്ട്രയിലെ ഭോർഘട്ട് ചുരമാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള മറ്റൊരു ചുരമാണ് താൽഘട്ട് ചുരം. താൽഘട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നാസിക്കിനെയുമാണ് കേട്ടോ. മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം താൽഘട്ട് ചുരം. മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഭോർഘട്ട് ചുരം. രണ്ടും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ തന്നെയുള്ള മറ്റൊരു ചുരമാണ് കുംബർലി ഘട്ട്. കുംബർലി ഘട്ട് ചുരം മഹാരാഷ്ട്രയിൽ തന്നെയുള്ളതാണ്. സത്പുരയെയും രത്നഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കുംബർലി ഘട്ട് ചുരം. ഓക്കെ. സത്പുരയെയും രത്നഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് വെച്ചാൽ അത് കുംബർലി ഘട്ട് ചുരമാണ്. ഓക്കെ. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? ആനമല എന്നാണ് പറയുന്നത് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? ആനമല. നമ്മുടെ കേരളത്തിലെ ഭാഗമാണ് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മേഖലയെ നമ്മൾ വടക്ക് ഭാഗത്തെ ആനമലയെന്നും തെക്ക് ഭാഗത്തെ ഏലമലയെന്നുമാണ് പറയുന്നത്. എന്താണ്? ഏലമല. ഓക്കെ. വടക്ക് ഭാഗത്തെ ആനമലയെന്നും തെക്ക് ഭാഗത്തെ ഏലമലയെന്നാണ് പറയുന്നത്. നമ്മളതെങ്ങനെയാണ്? 3 മലകളാണുള്ളത്. ഏതൊക്കെയാണ്? ആനമല, പളനിമല, ഏലമല, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. വടക്ക് ആനമല, പിന്നെ ഏതാണ്? പളനിമല. അതിന് തെക്കായിട്ട് പളനിമല, പളനിമലയ്ക്കും തെക്കാണ് ഏലമല. അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം വരുന്നത് ഏതാണ്? ഏലമലയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പട്ടണം ചോദിച്ചാൽ പൂനെയാണ് കേട്ടോ. പശ്ചിമഘട്ട ഭാഗത്തെ ഏറ്റവും വലിയ പട്ടണം ഏതാണ്? അത് പൂനെയാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത്. ആരവല്ലിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മൗണ്ട് ഗുരുശിഖർ പറഞ്ഞു. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ എന്ന് പറഞ്ഞു. അതുപോലെ വിന്ധ്യാനിരകൾ പഠിച്ചപ്പോൾ കാളിമർ പീക്ക് പറഞ്ഞു അല്ലേ, വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സത്പുര പഠിച്ചപ്പോൾ ഏത് കൊടുമുടിയെക്കുറിച്ചാണ് പറഞ്ഞത്? ധൂപ്ഗർഹ് കൊടുമുടിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം
ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഉത്തരം ഏതാണ്? ആനമുടിയാണ്. ആനമുടി കേട്ടോ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് ആനമുടിയാണ്. ആനമുടി. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്ററാണ് ഉയരം. അപ്പം നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഉയരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമുക്ക് പറയാം. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ ഇത്ര തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ആനമുടി. അത് പ്രധാനപ്പെട്ട അല്ലെന്നല്ല കേട്ടോ. ഇപ്പോഴത്തെ PSCയുടെ രീതി അനുസരിച്ച് എല്ലാം പഠിച്ചു പോകണം. എങ്കിലും ആനമുടിയുടെ ഉയരം ഒരിക്കലും മറക്കരുത്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ് ഏത്? ആനമുടി. തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. നമുക്ക് പൂർവ്വഘട്ടവും കൂടി നോക്കാം. പൂർവ്വഘട്ടം എന്ന് പറയുമ്പോൾ മഹാനദീതടം മുതൽ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് പൂർവ്വഘട്ടം. ഓക്കെ, മഹാനദീതടം മുതൽ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഏത്? പൂർവ്വഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് പൂർവ്വഘട്ടം കാണപ്പെടുന്നത്. അപ്പം പശ്ചിമഘട്ടവും നമുക്ക് അതുപോലെ ഒരു പോയിന്റ് പറയാം. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? പശ്ചിമഘട്ടം. അതുപോലെ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികളുടെ അപരദന ഫലമായിട്ട് തുടർച്ചയില്ലാത്ത മലനിരകളായിട്ടാണ് പൂർവ്വഘട്ടം കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത, പശ്ചിമഘട്ടം തുടർച്ചയായിട്ടുള്ള മലനിരകളാണ്. അതിനിടയ്ക്കുള്ള ചുരങ്ങൾ മാത്രമാണ് അവിടുത്തെ ഉയരം കുറഞ്ഞ ഭാഗമായിട്ട് വരുന്നത്. എന്നാൽ പൂർവ്വഘട്ടത്തെ സംബന്ധിച്ച് ഉപദ്വീപിയൻ നദികളെല്ലാം പതിക്കുന്നത് എങ്ങോട്ടാണ്? ഉപദ്വീപിയൻ നദികൾ കൂടുതലും പതിക്കുന്നത് എങ്ങോട്ടാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അപ്പം നദികൾ ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? ഈ പർവ്വതനിരയ്ക്ക് വിള്ളലുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉപദ്വീപീയ നദികളുടെ അപരദന ഫലമായിട്ട് തുടർച്ചയില്ലാത്ത മലനിരകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്? പൂർവ്വഘട്ടം കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് വളരെ ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. ശരാശരി ഉയരം എന്ന് പറയുന്നത് 600 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം ഓർമ്മയുണ്ടോ? 1200 മീറ്ററാണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം. അതിന്റെ ഏകദേശം പകുതി ഉയരം മാത്രമേ പൂർവ്വഘട്ടത്തിനുള്ളൂ. ശരാശരി ഉയരം എത്രയാണ്? 600 മീറ്ററാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത്? 5 സംസ്ഥാനങ്ങളുടെ. പശ്ചിമഘട്ടമാണെങ്കിൽ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. അപ്പോൾ പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കടന്നു പോകുന്ന 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കടന്നു പോകുന്ന, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഭാഗം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. ഓക്കെ ആണല്ലോ. മഹാനദീതടം എവിടെയാണ്? ഒഡീഷയിലാണ്. നീലഗിരി എവിടെയാണ്? തമിഴ്നാടാണ്. അപ്പം ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെയാണ് പൂർവ്വഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാഗം, പൂർവ്വഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശിലൂടെയാണ്. ഏറ്റവും കുറച്ച് ഭാഗം കടന്നു പോകുന്നത് കർണാടകയിലൂടെയുമാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളെല്ലാം പൂർവ്വഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തെ ഭേദിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന ഭാഗമാണ് ഏത്? നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിച്ച് വരുന്ന ഭാഗം ഏതാണ്? നീലഗിരിയാണ് കേട്ടോ. പശ്ചിമഘട്ടം നീലഗിരിയിൽ നിന്നും വീണ്ടും തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. പൂർവ്വഘട്ടം അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? അത് നീലഗിരിയാണ്. നീലഗിരി. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചുള്ള അവയുടെ ക്ലാസിഫിക്കേഷനും അത് ഏതൊക്കെ ഭാഗത്തായിട്ട് വരുന്നുവെന്നും ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് വരുന്ന മറ്റ് പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്